الرحمن الرحيم നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 6 വതിൽക്കൽ കസറത്തു ആ കസറത്ത് നമ്മൾ പറഞ്ഞത് ഖബർ നമ്മളിലേക്ക് ഉസൂലാകുന്നതിനെ ഇഅ്തിബാർ ചെയ്യുമ്പോൾ അതിന് ധാരാളം തുർക്കുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അസാനീദു കസീറത്തുൻ ആ കസറത്ത് വതിൽക്കൽ കസറത്തു ആ കസറത്ത് അഹദു ശുറൂത്തി തവാതുരി ഹദീസ് മുതവാത്തിറാകാനുള്ള ഷർത്തിൽപ്പെട്ട ഒരു ഷർത്താണ്. തവാത്തുറിൻ്റെ ഷർത്തുകളിൽ ഒന്നാണ്. ഇദാ വറദത്ത് ആ കസറത്ത് വന്നാൽ, അല്ലെങ്കിൽ ആ അസാനീദുകൾ വന്നാൽ എങ്ങനെ വന്നു? ബിലാ ഹസിരി അദദിൻ മുഅയ്യനിൻ, മുഅയ്യനായ അദദിനെ ഹസ്ർ ചെയ്യൽ കൂടാതെ, ഹസ്ർ ചെയ്യതിനെ പരിഗണിക്കാത്ത നിലയിൽ വന്നാൽ, മുഅയ്യനായ ഒരു അദദിൽ തവാത്തുറിനെ ഹസ്ർ ചെയ്യുക എന്നത് പരിഗണിക്കാത്ത നിലയിൽ ആ തുറക്ക് വന്നാൽ, അങ്ങനെ വരണം. അത് തവാത്തുറിൻ്റെ ഒരു ഷർത്താണ്. മുഅയ്യനായ അദദിന്മേൽ ഹസർ ഇല്ലാത്ത നിലക്കാകുക എന്നുള്ളത് ഇല്ലാത്ത നിലയിലുള്ള തുറക്കാണ്. പിന്നെ ബൽ എന്നല്ല, തകൂനുൽ ആദത്തു ഖദ് അഹാലത്ത് തവാതുഅഹും അലൽ കദിബി, കദിബിൻ്റെ മേൽ അവരെല്ലാവരും ഒരുമിച്ചു കൂടൽ, ഇത്തിഫാഖാകൽ ആദത്തിൽ അത് മുഹാലാകുകയും വേണം. അത് മറ്റൊരു ഷർത്താണ് ഹദീസ് മുതവാത്തിറാകാനുള്ള. ആദത്ത് ആകണം. ഖദ് അഹാലത്ത് തവാതുഅഹും അലൽ കദിബി, കദിബിൻ്റെ മേൽ അവരെല്ലാവരും ഇത്തിഫാഖാകുന്നതിനെ, ഇത്തിഫാഖാകൽ മുഹാലാക്കുന്നതാകണം. ആദിയായ മുഹാലാകണം, അഖിലിയായ മുഹാലല്ല. അഖിലിലിപ്പോൾ കുറേ ആളുകളെല്ലാം കൂടെ കളവിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞത് അഖിലിലിപ്പം മുഹാലൊന്നുമല്ല. നമ്മൾ മുത്തരിതായ ആദത്താണ് പറയുന്നത്. ആ ആദിയായ മുഹാലാണ്. അങ്ങനെ ആദിയായ മുഹാലാകണം. തവാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുഅയ്യനായ കാര്യത്തെ ഇഖ്തിറാ ചെയ്യുന്നതിന് മുശാവറ ചെയ്ത്, ഇനി ഒരാൾ മറ്റേ സാഹിബിന് എതിര് പറയരുത് എന്ന നിലയ്ക്ക് മുശാവറയ്ക്കൊക്കെ ശേഷം ഒരു ഖൗമ് ഒരു കാര്യം ഇത്തിഫാഖാകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? തവാത്ത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇവർ കദിബിന്മേൽ തവാത്ത് ആകൽ മുഹാലാകണം. കഥ അപ്രകാരം തന്നെ വുഖൂഉഹു മിൻഹും, ആ കളവ് അവരിൽ നിന്ന് ഉണ്ടാകലും മുഹാലാകണം. ഇത്തിഫാഖൻ നിലയ്ക്ക് ഉണ്ടാകൽ. മിന്നൊരു ഖസ്തിൻ, ഖസ്ത് കൂടാതെ, ഖസ്തില്ലാതെ എന്ന് പറഞ്ഞു തന്നെയാണ് ഇത്തിഫാഖ്. ആ ഇത്തിഫാഖൻ എന്നുള്ളതിനെ തഫ്സീർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിൻ വൈരി ഖസ്തി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിനെ തഅക്കീദ് ചെയ്യുക. അപ്പോൾ ഇത്തിഫാഖായിട്ട് വരിക, തവാഫുക്കായിട്ട് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ മുശാവറയൊന്നും കൂടാതെ എന്താണ് ഒരു കാര്യത്തെ ഇഖ്തിറാ ചെയ്യൽ ഉണ്ടാകുന്നതിനാണ് പിന്നെ ഇത്തിഫാഖ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഇത്തിഫാഖായിട്ടോ അല്ലെങ്കിൽ അംദനോ പിന്നെ കദിബിൻ്റെ മേൽ അവർ ഒരുമിച്ച് കൂടൽ എന്താണ്? മുഹാലാകണം. അത് തവാത്തുറിൻ്റെ ഒരു ഷർത്താണ്, മറ്റൊരു ഷർത്താണ്. അങ്ങനെയാകണം. അപ്പോൾ ഫലാ മഅനാ ലി തഅയീനിൽ അദദി അല സഹീഹി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇഹാലത്താണ് പരിഗണിക്കപ്പെടുന്നത്, മുഅയ്യനായ അദദല്ല പരിഗണിക്കുന്നത്. പിന്നോ കദിബിൻ്റെ മേൽ അവരെല്ലാവരും ഇത്തിഫാഖാകൽ മുഹാലാകുന്ന നിരക്കുള്ള ഒരു
എന്താണ് കസറത്തുണ്ടായാൽ മതി. അല്ലാതെ മുഅയ്യനായ അതത് വേണമെന്നില്ല. ഫലാ മാന, അപ്പോൾ അർത്ഥമില്ല ലി തഈനിൽ അതതി, അതതിനെ തഈൻ ചെയ്യുന്നതിൽ, അല സഹീഹി, സഹീഹായ അഭിപ്രായമനുസരിച്ച് എന്തില്ല, അതതിനെ തഈൻ ചെയ്യേണ്ടയില്ല, അതിനെ തഈൻ ചെയ്യുന്നതിന് മാനയില്ല. ഭൂരിഭാഗം ഈ ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായം അങ്ങനെയാണ്. തവാത്തുറിന് അതതിനെ തഈനാക്കേണ്ടതില്ല. ചില ഉലമാക്കൾ അങ്ങനെ തഈനാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ തഈനൊരു മാന ഇല്ല, അതിന് അർത്ഥമില്ല എന്ന് നമ്മൾ പറഞ്ഞത് സഹിഹായ അഭിപ്രായം അനുസരിച്ച്. വമിൻഹും, ആ ഉലമാക്കളിൽപ്പെട്ടവരാണ് മൻ അയ്യനഹു, ആ തവാത്തുറിൻ്റെ അതതിനെ തഈനാക്കിയ ആളുകൾ അവരിലുണ്ട്. ഫിൽ അർബഅത്തി, 4, ഏറ്റവും കുറഞ്ഞത് 4 വേണം. വഖീല ഫിൽ ഖംസത്തി, ഏറ്റവും കുറഞ്ഞത് 5 ആളുകൾ വേണം എന്ന് പറഞ്ഞു. വഖീല ഫിൽ സബഅത്തി, 7 വേണമെന്ന് പറഞ്ഞു. വഖീല ഫിൽ അശറത്തി, വഖീല ഫിസ്നൈ അശറ, വഖീല ഫിൽ അർബഈന, വഖീല ഫി സബഈന, വഖീല ഗൈറു ദാലിക. 10, 12, 40, 70, അതുപോലെ അതല്ലാത്ത പല അതതുകളിലും തഈനാക്കി പറഞ്ഞ ഉലമാക്കളുണ്ട്. അത്രയും അതതുണ്ടാകുമ്പോഴേ തവാത്തുറിൻ്റെ ഇൽമ് കിട്ടുകയുള്ളൂ, ഇഫാത്ത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. തമസ്സക കുല്ലു ഖായിലിൻ, ഈ എണ്ണത്തിനെ തഈനാക്കി പറഞ്ഞ ഓരോ ഖായിലുകളും അവരോരോരുത്തരും പിടിച്ചത് ബി ദലീലിൻ ജാഅ ഫീഹി ദിക്റു ദാലിക്കൽ അതദി, ആ എണ്ണം പറയപ്പെട്ട എണ്ണത്തിനെ പറഞ്ഞിട്ടുള്ള പറയൽ വന്നതായ ആയത്തുകളോ അല്ലെങ്കിൽ ഹദീസുകളോ ദലീലാക്കിയിട്ടാണ് അവരതിനെ പിടിച്ചത്. ഫഅഫാദൽ ഇൽമ, അങ്ങനെ അവരുടെ വാദമനുസരിച്ച് അവരുടെ ദഅവ അനുസരിച്ച് എന്താണ്, ആ ദലീലിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ, അവർ പറഞ്ഞ ആ ദലീലിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ അത് ഇൽമിനെ ഫായിദ വെപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫായിദ വെപ്പിക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെയും വലൈസ ബിലാസിമിൻ, ലാസിമല്ല അൻ യത്തരിദ ഫീ ഗൈരിഹി, ആ ദലീലല്ലാത്ത മറ്റൊന്നിൽ അത് ഉണ്ടാകൽ, തഹഖുഖാകൽ, മുത്തരിദാകൽ എന്താണ്, ലാസിമല്ല. കാരണം ഇഹ്തിമാലിൽ ഇഖ്തിസാസി, കാരണം ആ പറഞ്ഞ മഹലിനെ ഇഖ്തിസാസ് ചെയ്യാൻ വേണ്ടിയിട്ടായേക്കാം ആ അതത് അവിടെ പറഞ്ഞത്. ആ അതത് പിന്നെ മറ്റെടുത്ത് സൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല. ഫഇദാ വറദൽ ഖബറു കദാലിക, അപ്പോൾ ഈ പറഞ്ഞ നിലയ്ക്ക് ഈ ഖബർ വന്നാൽ, ഇപ്പോൾ തവാത്തുറാകുന്നതിനുള്ള ഷർത്തുകളാണ് മുസന്നിഫ് ഇപ്പം പറഞ്ഞത്. ആ ഷർത്ത് അനുസരിച്ച് ഈ ഖബർ വന്നാൽ, കദാലിക്ക എന്ന് പറഞ്ഞാൽ ആ കസറത്ത്, തവാത്ത്, കദിബിൻ്റെ മേൽ തവാത്ത് ആകൽ മുഹാലാകുന്ന നിലയ്ക്കുള്ള കസറത്ത്, ആ കസറത്തോടുകൂടെ ഈ ഖബർ വന്നാൽ, വല്ലാഫ ഇലൈഹി, അവിടെ മുതൽ മുസന്നിഫ് ഈ തവാത്തുറിൻ്റെ ഷർത്തുകളെ ഒന്നുകൂടെ എന്താക്കുകയാണ്, വിശദീകരിക്കുകയാണ്. വല്ലാഫ ഇലൈഹി, അതിലേക്ക് ചേരുകയും ചെയ്താൽ, ഐ യസ്തവിയൽ അമ്രു, അത് തവാത്തുറിൻ്റെ മറ്റൊരു ഷർത്ത് കൂടി പറയാം. വല്ലാഫ ഇലൈഹി ഐ യസ്തവിയൽ അമ്രു ഫീഹി, ഈ ഖബറിലുള്ള കാര്യം സമമാകുക എന്നതും കൂടി ചേർന്നാൽ, എന്തിൽ, ആ ഫീഹി എന്നുള്ള ഇതിൻ്റെ തഫ്സീറായിട്ടാണ് ഫിൽ കസറത്തിൽ മദ്കൂറത്തി, ആ കസറത്തിൽ പറയപ്പെട്ട, ആ മദ്കൂറായ കസറത്തിലുള്ള എന്ന് പറഞ്ഞാൽ ആ കസറത്തിലുള്ളതായ കാര്യം. കസറത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞ് നമ്മളെന്താ പറഞ്ഞത്, അത് കെദിബിൻ്റെ മേൽ തവാത്തു ആകൽ മുഹാലാകുന്ന കസറത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യം സമമാകണം, മിൻ ഇബ്തിദാഇഹി ഇലന്തിഹാഇഹി, അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ഹദീസിൻ്റെ തുടക്കം മുതൽ അത് അവസാനിക്കുന്നത് വരെ ആ കസറത്തിൽ എന്തുണ്ടാകണം,
ആ കസറത്തിൽ പിന്നെ ആ പറഞ്ഞ ആ കാര്യം സമമാകുകയാണ്, ഇസ്തിവ ആണ്, ഐ യസ്തവിയ. അപ്പോൾ സമമാകുക എന്ന ആ കാര്യവും കൂടി ഇതിലേക്ക് ചേർന്നാൽ വൽ മുറാദ് ബിൽ ഇസ്തിവാഇ, ഇവിടെ ഇസ്തിവാ എന്നതുകൊണ്ടുള്ള മുറാദ് ഐ യസ്തവിയ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മുറാദ് അല്ലാ തൻഖുസൽ കസറത്തുൽ മദ്കൂറത്തു, ആ പറയപ്പെട്ട കസറത്ത് ചുരുങ്ങാതിരിക്കുക, ഫി ബാദിൽ മവാദി, ചില സ്ഥലങ്ങളിൽ. ആ ഹദീസിൻ്റെ മറ്റ് സനദ് പറയുമ്പോൾ ആ സനദിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ പറയപ്പെട്ട കസറത്ത് ചുരുങ്ങാൻ പാടില്ല. ചുരുങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ആദത്ത് മുഹാലാകുന്ന അതതിനെ തൊട്ട് ചുരുങ്ങാൻ പാടില്ല എന്നാണ്. ആദത്തിൽ എല്ലാവരും കൂടെ കദിബിൻ്റെ മേൽ തവാത്തുആകൽ മുഹാലാകുന്ന ഒരു അതതുണ്ടല്ലോ, ആ അതതിനെ തൊട്ട് ചുരുങ്ങാൻ പാടില്ല എന്ന്. അല്ലാതെ ഒരു സനദിൽ വന്ന അതതിനേക്കാൾ എണ്ണം കുറഞ്ഞ് മറ്റൊരു സനദിൽ വരിക എന്നതല്ല. മറ്റൊരു സനദിൽ എണ്ണം കുറഞ്ഞ് വന്നാലും ആ കുറഞ്ഞ എണ്ണം എടുത്തു നോക്കിയാലും എന്താണ്, ആദത്തിൽ കദിബിൻ്റെ മേൽ തവാത്തുആകൽ മുഹാലാകുന്ന അതതാകണം. അത്രയേ ഉള്ളൂ ഇവിടെ ഉദ്ദേശം. അല്ലാതെ ഒരു സനദിൽ പറഞ്ഞതിനേക്കാൾ എണ്ണം മറ്റേ സനദിൽ കുറഞ്ഞു എന്നതല്ല പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. അനിൽ അതതിൽ ലദി അഹാലത്തിൽ ആദത്തൂന, ആ അതതിനെ തൊട്ട് കുറയാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫി ബാദിൽ മവാദി, ചില സ്ഥലങ്ങളിൽ. അതാണ് ആ ഇസ്തിവാ കൊണ്ടുള്ള മുറാദ്. പിന്നെ അല്ലാ യസീദ, അത് കൂടാതിരിക്കുക എന്നല്ല. കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരു സനദിലിപ്പോൾ 6 ആളുണ്ട്, മറ്റൊരു സനദിൽ 10 ആൾ, ആ ഹദീസിൻ്റെ മറ്റൊരു സനദിൽ 10 ആളുണ്ടാകുന്നത് കൊണ്ട് എന്തില്ല, കുഴപ്പമില്ല. അല്ലാ യസീദ, കൂടാതിരിക്കുക എന്നതല്ല ഇസ്തിവാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുറാദ്. കുറയാതിരിക്കുക എന്നുള്ള, കുറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറയാതിരിക്കുക എന്നല്ല. പിന്നെ നമ്മൾ പറഞ്ഞ കദിബിൻ്റെ മേൽ തവാത്തുആകൽ മുഹാലാകുന്ന അതതിനെ തൊട്ട് എന്താകാൻ പാടില്ല, കുറയാൻ പാടില്ല എന്നുള്ളതിലും. അല്ല യസീദ, കൂടാതിരിക്കുക എന്നുള്ളതല്ല. ഇതിൽ സിയാദത്ത്, കാരണം സിയാദത്ത് എന്നുള്ളത് ഈ ഖബറിൻ്റെ ബാബിൽ, ഹദീസിൻ്റെ ബാബിൽ അല്ലെങ്കിൽ മുത്തവാത്തിറാകുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് അത് മത്ലൂബത്തിന് കൂടുന്നതിന്, അത് കൂടലാണല്ലോ ഇവിടുത്തെ മത്ലൂബ്. മിൻ ബാബിൽ ഔല, ഔലാ ഭാവമാണ്. കാരണം കൂടുന്നതിന് അനുസരിച്ച് എന്താണ്, യഖീനിയായ ദലാലത്തിൻ്റെ സിയാദത്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തവാത്തുറിൻ്റെ വിഷയത്തിൽ സിയാദത്ത് ഇവിടെ തേടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല, കുറയരുതെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നോ ഇനി അയ്യക്കൂന, ഇനി മറ്റൊരു പിന്നെ ഷർത്തും കൂടി മുസന്നിഫ് പറയാം. അയ്യക്കൂന മുസ്തനദു ഇന്തിഹാഇഹി, ഈ ഖബറിൻ്റെ പിന്നെ ഈ തുറുക്ക് അറ്റമാകുന്ന, അല്ലെങ്കിൽ ഈ ഹദീസ് അറ്റമാകുന്നതിൻ്റെ ഇന്തിഹാഇൻ്റെ മുസ്തനദ് എന്താ വെച്ചാൽ സനദ് ഏതൊന്നിലേക്കാണോ ചെന്ന് അവസാനിക്കുന്നത് ആ പറയുന്നത് മുസ്തനദ് അതാകണം. എന്താകണം, അൽ അംറൽ മുഷാഹദ, മുഷാഹദായ അംറാകണം. ഇതുപോലെ സഹാബത്ത് പറയല്ലോ, ഷാഹദിന ഹു യഫ്അലു കഥ, റസൂൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ട്. ഔ സമഅനാഹു യഖൂലു കഥ, അല്ലെങ്കിൽ റസൂൽ അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുഷാഹദത്തായ അംറാകണം, മുഷാഹദായ അംറാകണം അതിൻ്റെ മുസ്തനദ്. മുഷാഹദായ അംറ് എന്ന് പറഞ്ഞത് മുഷാഹദാക്കണം, അവിൽ മസ്മൂ അല്ലെങ്കിൽ മസ്മൂ ആകണം. ഇത് രണ്ടും മുസന്നിഫ് ഇവിടെ പറഞ്ഞത്. ശേഷം മുസന്നിഫ് ഇതൊന്നുകൂടെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, പിന്നെ അവിടെ മുസ്തനദ് ഹിസ്സായാൽ മതി, ഹിസ്സിയായ കാര്യമായാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ഹിസ്സിയിൽ ഇപ്പം എന്താണ്, സമഉം അതുപോലെ തന്നെ മുഷാഹത്ത്, ഈ ബസറും അല്ലാത്തതും എല്ലാം ഹിസ്സിയിൽ പെടുമല്ലോ. ദൗക്കും ലംസും ഷമ്മും ഒക്കെ അതിനകത്ത് പെടുമല്ലോ. അപ്പം ശേഷം മുസന്നിഫ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുസന്നിഫ് ഇവിടെ ഖാസാക്കി പറഞ്ഞത് ഗാലിബ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് ഷുറാഹുകൾ പറയുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ
മുത്തവാത്തിറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗലിൽ നിന്നുള്ള മുത്തവാത്തിറുള്ള ബഅസല്ലേ, അല്ലാതെ മുത്തലഖ മുത്തവാത്തിറിനെ സംബന്ധിച്ചല്ലല്ലോ. നബി തങ്ങളുടെ ഖൗല്, അവൻ്റെ ഫീല്, തഖ്രീർ, അതാണല്ലോ ഇവിടുത്തെ സംസാരം. അപ്പോൾ അത് നബി തങ്ങളുടെ ഖൗലാകുമ്പോൾ അത് എന്താണ്, പിന്നെ മസ്മൂ ആണ്, ഫീലും മറ്റേതും മുഷാഹദുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്, അത് രണ്ടും എടുത്ത് പറഞ്ഞതാണ് എന്ന് ശുറാകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടുത്തെ ഉദ്ദേശം ശേഷം പറഞ്ഞതനുസരിച്ച് ആ പറയുന്ന ഹദീസിൻ്റെ മുസ്തനദ് എന്താകണം, സനദ് പറഞ്ഞു വന്നിട്ട് ശേഷം പറയുന്ന ആ വാചകം, ഹദീസിൻ്റെ വാചകം, ആ വാചകം, ആ വിഷയം എന്താകണം, അൽ അംറൽ മുഷാഹദ, മുഷാഹദായ അമ്രാകണം, ഒയിൽ മസ്മൂ അല്ലെങ്കിൽ മസ്മൂ ആയ അമ്രാകണം. അല്ലാതെ ലാമാ സബത്തബി ഖളിയത്തിൽ അഖിലി സർഫി, തനിച്ച അഖിലിൻ്റെ ബുദ്ധിയുടെ ഖളിയ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാകാൻ പാടില്ല. അത് പറയാൻ ഇപ്പം പറഞ്ഞ പോലെ എന്തിൻ്റെ ആവശ്യമില്ല, ഇത്രയും അതതിൻ്റെ ഒന്നും ഈ പറഞ്ഞ ഷെർത്തുകളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ രണ്ടിൻ്റെ പകുതിയാണ് ഒന്ന് എന്ന് പറയുന്നത്. ഇപ്പോൾ അഖിൽ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, രണ്ടിൻ്റെ പകുതിയാണ് ഒന്ന്. അതുപോലെ തന്നെ ആലം ഹുദൂസാണ്, അതുപോലെ തന്നെ സാനിയുണ്ട്, ഇതൊക്കെ അഖിൽ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് പറയാൻ വേണ്ടി ഇപ്പോൾ തവാത്തുറിൻ്റെ അതതും കാര്യങ്ങളും ഈ പറഞ്ഞ ഷെർത്തുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാ പറയുന്നത്. അപ്പം ഹദീസിൻ്റെ മുസ്തനദ് എന്തായിരിക്കണം, ഈ തവാത്തുറിൻ്റെ ഹദീസുകളുടെ പിന്നെ തുർക്കിൻ്റെ മുസ്തനദ് അമ്രുൽ മുഷാഹദ് ആകണം എന്നാണ്. അത് തവാത്തുർ ആകാനുള്ള ഒരു ഷർത്താണ്. ഫഇദാ ജമഅ ഹാദിഹി ശുറൂത്തൽ അർബാത്ത, അപ്പോൾ ഈ പറഞ്ഞ 4 ഷർത്തുകളെയും ഒരുമിച്ച് കൂട്ടിയാൽ, അതൊന്നുകൂടെ മുസന്നിഫ് വിശദീകരിക്കുകയാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ തന്നെ, അപ്പോൾ ഇതാ വറദൽ ഖബർ കദാലിക്ക എന്നത് തൊട്ട് തുടങ്ങി, അവിടം തൊട്ട് തുടങ്ങിയത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇതാ വറദ എന്നതിൻ്റെ ഷെർത്ത് എന്തായിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. ആ ഇതായുടെ ഷെർത്ത് ഇനി ഇവിടെ പറയുന്ന ഇതാ ജമ എന്ന് തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്ന ഫഹാദ വൽ മുത്തവാത്തിറു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജവാബ് പറയുന്നുണ്ട്. ആ ഷെർത്ത്, ഈ ഷെർത്തും ഇതിൻ്റെ ജവാബും കൂടിയ ജുംല മറ്റേ ആദ്യം പറഞ്ഞ ഫൈദയുടെ ജവാബായിട്ട് വെക്കണം. മുസന്നിഫ് അതൊന്നുകൂടി എന്താക്കി എടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഷെർത്തുകളെ 4 ഷെർത്തുകളെ ഒരുമിച്ച് കൂട്ടിയാൽ, വഹിയ ആ 4 ഷെർത്തുകൾ ഏതൊക്കെയാണ്, അദദുൻ കസീറുൻ, ഒന്ന് ധാരാളം അതതുണ്ടാകുക, കസീറായത് ഉണ്ടാകുക, തഈനാക്കാതെ അതതുണ്ടാകുക. പിന്നെ അഹാലത്തിൽ ആദത്തു തവാതുഅഹും വ തവാഫുഖഹും അൽ കദിബി, കദിബിൻ്റെ മേൽ അവർ തവാഫുക്കാവലും തവാത്തു ആകലും ഇത്തിഫാഖാകലും, അതുപോലെ തന്നെ ഹംദൻ നിലക്ക് അതിൻ്റെ മേൽ യോജിക്കലും ആദത്തിൽ മുഹാലാകുക, രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത് റഔ ദാലിക അൻ മിസ്ലിഹിം മിനൽ ഇബ്തിദാഇ അലൽ ഇന്തിഹായി, തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പറയപ്പെട്ട കസറത്തിൽ അവരെ പോലത്തവരെ തൊട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സനത്, ഒന്നിലധികം സനതുകളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെയും എന്ത് ചെയ്യണം, ഓരോ സനദിലുമുള്ള പിന്നെ കസറത്ത് ഈ പറഞ്ഞ നിലക്കുള്ള കസറത്താകണം. അത് തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെ തന്നെ ആകണം. മൂന്നാമത്തെ ഷർത്ത് വകാന മുസ്തനദ് ഇന്തിഹാഇഹിം അൽ ഹിസ്സ, അവരുടെ ഇന്തിഹാഇൻ്റെ മുസ്തനദ് എന്താകണം, ഹിസ്സാകണം. ഹദീസിൻ്റെ വാചകം പറയുന്ന വിഷയം ഹിസ്സിയായ വിഷയമാകണം. ഇങ്ങനെ 4 ഷർത്തുകളാണ് മുസന്നിഫ് പറയുന്നത്. എന്നിട്ട് വല്ലാഫ ഇലാ ദാലിക, ഈ 4 ഷർത്തിൻ്റെ പുറമെ വല്ലാഫ ഇലാ ദാലിക, ഈ പറയപ്പെട്ട ഷർത്തിലേക്ക് ചേരുകയും ചെയ്താൽ, എന്ത് ചേർന്നു, യസ്ഹബ ഖബറഹും, അവരുടെ ഖബറിനെ, യസ്ഹബ ഖബറഹും ഇഫാദത്തുൽ ഇൽമി, അവരുടെ ഖബറിനോട് സഹവസിക്കുക, അവർ പറയുന്ന ഖബറിനോട് സഹവസിക്കൽ, ഇഫാദത്തുൽ ഇൽമി, ഇൽമിനെ ഫായിദ വെപ്പിക്കൽ, ഈ സാമിഇഹി, ആ ഖബർ കേൾക്കുന്ന ആൾക്ക് എന്ത് വേണം, ആ ഒരു ഇൽമിൻ്റെ ഫായിദയും കൂടെ കിട്ടണം. അങ്ങനെ കിട്ടുക എന്നതും കൂടി ഈ പറഞ്ഞതിനോട് ചേരുമ്പോൾ
ഫഹാദാ ഹുവൽ മുതവാത്തിറു. അപ്പോഴാണ് ഈ ഹദീസ് എന്താകുന്നത്, ഈ ഖബർ മുതവാത്തിറായ ഖബറാകുന്നത്. ഇനി വമാ തഖല്ലഫൽ ഇഫാദത്തു ഇൽമി അൻഹു എന്ന് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ മുഹ്തറസ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ്. വൽ ബാഖി ബാദു.